റഷ്യയിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എണ്ണ മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയെയും നമ്മുടെ രാജ്യത്തെയും മൂക്കിൽ വലിച്ചു കയറ്റും എന്നാണ് അമേരിക്ക നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഇങ്ങനെ പറയുമ്പോൾ ഇവിടെയുള്ള സുഡാപ്പികളും കമ്മികളും ഒന്നടങ്കം ചാടിയിറങ്ങി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ട്രംപിന്റെ കൂടെ ചേർന്ന് നിന്ന് കുറ്റം പറയും. അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാതിരിക്കാൻ ട്രംപ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നു, ഇതിന് മറുപടി കൊടുക്കൂ മോദി എന്നാണ് പറയുന്നത്. പക്ഷേ നരേന്ദ്രമോദിയുടെ മറുപടി എങ്ങനെയാണ്? ട്രംപിന് പുല്ല് വില കൊടുത്തുകൊണ്ട്, കുറച്ചുകൂടെ കൊളോക്കിയലി പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി വില കൊടുത്തുകൊണ്ട് നരേന്ദ്രമോദി റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതിൻ്റെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. റെക്കോർഡ് കണക്കാണ് എന്നുള്ളതാണ്. വലിയ പ്രഹരമാണ് ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകിയത്. ചില രജനീകാന്ത് സിനിമകളിലൊക്കെ പറയുന്നത് പോലെ അധികമായിട്ട് സംസാരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് പ്രവർത്തിച്ച് കാണിക്കുന്നതാണ് എന്നുള്ളതാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം സംസാരം മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയില്ല. നരേന്ദ്രമോദി നേരെ തിരിച്ചാണ്. അദ്ദേഹം വളരെ സൈലന്റ് ആയിരിക്കും, പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവൃത്തി മർമ്മത്തടിച്ചതുപോലെ ഇരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജൂണിൽ റഷ്യയിൽ നിന്ന് റെക്കോർഡ് ഭേദിക്കുന്ന അസംസ്കൃത എണ്ണയാണ് ഇന്ത്യ മേടിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ വർഷം ജൂണിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് മേടിച്ച എണ്ണ മുൻ മാസത്തെക്കാൾ 34% കൂടുതലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മെയ് എന്നിരുന്നാലും ഈ കാലയളവിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയിലുണ്ടായ മാന്ദ്യം കാരണം റഷ്യയുടെ കയറ്റുമതി വരുമാനം നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. CREA സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ അടുത്തിടെ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിലാണ് ഈ വിശദാംശങ്ങൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് ജൂണിൽ ഇന്ത്യ റഷ്യയിൽ നിന്നും 4.5 ബില്യൺ യൂറോയുടെ അസംസ്കൃത എണ്ണ വാങ്ങി. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ മൊത്തം ഇന്ധന ഇറക്കുമതിയുടെ 83% 5.5 ബില്യൺ യൂറോയാണിത്. ഈ വാങ്ങലോടെ ചൈനയ്ക്ക് ശേഷം റഷ്യയിൽ നിന്ന് ഹൈഡ്രോ കാർബണുകൾ വാങ്ങുന്ന ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യമായി ഇന്ത്യ മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.